അപ്പോൾ എനിക്കും കൂടി അതിൻ്റെ കൂടെ ഒരു സ്വീകരണം വെച്ചത് പിന്നെ അതത്ര ശരിയായിട്ടില്ല. കാരണം നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ബഹുമാനിനെ സിദ്ദീഖ് അവർക്കുണ്ട്. ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്ന മധുരമേറിയ ബന്ധമാണ്. ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും അദ്ദേഹം DCC പ്രസിഡന്റും അതോടൊപ്പം UDFൻ്റെ കൺവീനറുമായി നിന്ന കാലഘട്ടം അദ്ദേഹം ഞാനും നമ്മുടെ മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ തന്ത്രപരമായ ചില സമീപനങ്ങൾ എടുത്തത് നമ്മുടെ മാവൂർ പഞ്ചായത്തിലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മുന്നണി പൊട്ടിപ്പോകാതിരിക്കാൻ, നമ്മുടെ ബന്ധം നിലനിർത്താൻ, നമ്മുടെ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ നമ്മളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇപ്പോൾ പറയുന്നില്ല. എന്തായിരുന്നാലും അന്ന് ഞങ്ങളെ തന്ത്രം സ്വീകരിച്ചതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങളുണ്ടായി. അപ്പോൾ വളരെ തന്ത്രപരമായി നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ UDF സംവിധാനത്തെ നയിച്ച ഒരു ബഹുമാന്യനായ നേതാവ് അദ്ദേഹം ഇന്ന് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം എല്ലാ സ്ഥാനങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലങ്കരിച്ചു. അദ്ദേഹം അലങ്കരിക്കാത്ത 2 സ്ഥാനങ്ങൾ, ഒന്ന് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം, ഒന്ന് UDFൻ്റെ കൺവീനർ സ്ഥാനം. ഇത് 2 മാത്രം വഹിച്ചില്ല. ബാക്കിയെല്ലാം വഹിച്ച് എന്താ പറയുക, കടൽ നീന്തി കടന്നു വന്നവനാണ് നമ്മുടെ പ്രിയപ്പെട്ട കൃഷിമന്ത്രി ബഹുമാന്യ സിദ്ദീഖ്. അദ്ദേഹത്തിന് അനുഭവ സമ്പത്ത് വെച്ച് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിന് ഏറ്റവും നമ്മളൊക്കെ താല്പര്യപ്പെടുന്ന, നമ്മളിഷ്ടപ്പെടുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു കാർഷിക സംസ്ഥാനമായ ആ കാർഷിക സംസ്ഥാനമാക്കി മാറ്റുന്നതിന് അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകുമാറാകട്ടെ.